നമ്മോടൊപ്പം ആന്റി നർക്കോട്ടിക്സ് ആക്ടിവിസ്റ്റ് രാജൻ അമ്പൂരി കൂടി ചേരുന്നുണ്ട്. സർ, ഈ കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കോളേജ് ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ മയക്കുമരുന്ന് മാഫിയ അതിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാരകമായ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇത്രയധികം ഈ മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പോലും വിദ്യാർത്ഥികളെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ പോലീസും എക്സൈസും നർക്കോട്ടിക് സെല്ലും ഒക്കെ ചേർന്ന് വളരെ വിപുലമായ പദ്ധതികൾ പല ഘട്ടങ്ങളിലും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലം എന്താകും? അതെ, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ വിദ്യാലയങ്ങൾ മദ്യാലയങ്ങളാവുകയും കഞ്ചാവ് കച്ചവട കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തിട്ടും ഇപ്പോൾ നടക്കുന്നതൊക്കെയും ഒരു പ്രഹസനമായ നടപടികൾ മാത്രമാണെന്ന് നമ്മൾ കാണേണ്ടി വരും. അതിന് ഇത്രയും അധികം ലഹരിയുടെ ക്രൈമുകളും കുറ്റകൃത്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ടായിട്ടും സർക്കാർ എന്ത് നടപടി, ഞങ്ങൾ എത്ര ശതമാനം ബാറുകളുടെ എണ്ണം കുറച്ചു, എത്ര ശതമാനം ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു, കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ ഞങ്ങൾ കർശനമായി ഇടപെടുന്നു എന്ന് പുത്തൻ തലമുറയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? അത് കഴിയാത്തിടത്തോളം സർക്കാരിന്റെ ഒരു നയം, അഴകുഴമ്പൻ നയവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓപ്പറേഷനുമൊക്കെ നടത്തും. ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞതുപോലെ ഈ ഇടപെടലും ഈ ഓപ്പറേഷനുമൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ഇത് വെറും പ്രഹസനമായി മാറിപ്പോകുന്നു. എന്തുകൊണ്ട് കുട്ടികൾ ഈ വിധത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ ഒരു പ്രത്യേകം അടിക്കുറിപ്പായി ഞാൻ പറയുന്നു. കുട്ടികൾ എന്ന് പറയുന്ന 18 വയസ്സെന്നുള്ള പ്രായം കൃത്യമായും സർക്കാർ കുറയ്ക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. അത് 16 14 ആയിട്ട് കുട്ടികളുടെ പ്രായപൂർത്തി എന്ന് പറയുന്ന ആ അവസ്ഥയെ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ കുറ്റകൃത്യങ്ങളൊക്കെ മയക്കുമരുന്ന് ലോബികള് ചെയ്യിക്കുന്നത് കുട്ടികളെ, അവരെ കുറ്റകൃത്യങ്ങളിൽ പെട്ടാൽ അവർ ജയിലിൽ പോകില്ല, അവർക്ക് ശിക്ഷയിൽ വലിയ ഇളവുകൾ കിട്ടും, ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം, പിന്നെ ആവശ്യത്തിനധികം പൈസയും എന്ന് പറയുമ്പോഴാണ് ഇവർ പ്രേരിപ്പിക്കപ്പെടുന്നതും അതിന് ആകൃഷ്ടരാകുന്നതും അതിന്റെ വിൽപ്പനക്കാരും വിതരണക്കാരും ഉപയോഗക്കാരും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത്, ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരോ ഉപയോഗിക്കുന്നവരെ കൊണ്ടോ മാത്രമായിരിക്കില്ല കേരളം സർവനാശത്തിലേക്ക് പോകുന്നത്. കൺമുന്നിൽ നടക്കുന്ന കൊടിയ പാതകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവസരമുണ്ടായിട്ടും അതിനെഗനിസ്റ്റായിട്ട് ചെറുവിരലനക്കാത്ത ബുദ്ധിജീവികളായ മധ്യജീവികളെ കൊണ്ടായിരിക്കും കേരളം സർവനാശത്തിലേക്ക് പോകുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് കാര്യം അറിയാം. പാവം ഷൈനി തന്റെ പറക്കമുറ്റാത്ത 2 പിഞ്ചോമനകളെ നെഞ്ചത്തോട് അടക്കി പിടിച്ചോടുന്ന ട്രെയിനിന് മുന്നിൽ ചാടേണ്ടി വന്നത് ഭർത്താവ് മദ്യപാനിയായതുകൊണ്ടാണ്. അപ്പോ ഇവിടെ മദ്യം കുഴപ്പമൊന്നുമില്ല, മയക്കുമരുന്നും കഞ്ചാവും മാത്രമാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന സർക്കാരിന്റെ തിരിച്ചറിവ് തന്നെ മാറ്റണം. മദ്യമാണ് ആദ്യത്തെ പ്രശ്നം. മദ്യാലയങ്ങളുടെ എണ്ണം കുറയ്ക്കണം, മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കണം. മദ്യക്കുപ്പികളിൽ നിന്ന് പിറന്നു വീഴുന്ന കുട്ടിക്കുപ്പികളാണ് ഈ കുറ്റവാളികളായി പൂർണ്ണമായും പരിണമിക്കുന്നത്. കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിൽ കാഞ്ഞിരമല്ലാതെ മറ്റെന്ത് കിളിർക്കുമെന്നുള്ളത് കണക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയല്ല, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പോലീസിനെയും എക്സൈസിനെയും നാർക്കോട്ടിക് സെല്ലിനെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട്, ഇന്നലെ വരെ അവർ ഇതൊന്നും കണ്ടില്ല. ഇത്രയും അധികം കഞ്ചാവ് വിൽപ്പന കേന്ദ്രങ്ങളായി കോളേജുകൾ മാറിയിട്ട് ഇതുവരെയൊന്നും അവർ അറിഞ്ഞിരുന്നില്ല എന്നാണോ കരുതുന്നത്? ഇവർക്കെല്ലാം നേരത്തെ അറിവുണ്ട്, കൃത്യമായ അറിവുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കൈകളിൽ ചങ്ങലകൾ കിടപ്പുണ്ട്. അധികാരികളുടെ ചില ചങ്ങലകൾ അറിയാതെ അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതിൽ ഇടപെടാൻ കഴിയാതെ പോകുന്നത്. ഇതിനൊരു പ്രത്യേക ഘടകമാണോ? സൊസൈറ്റി ഇതിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്നുണ്ടോ? കാരണം സിനിമകളിലാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിലും ഒക്കെ ലഹരി പാർട്ടികൾ ഉൾപ്പെടെ അത് ഭയങ്കര നോർമൽ ആണ്, ഇത് നമ്മുടെ ജീവിത ശൈലിയായി മാറുകയാണ് എന്നൊരു സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ?
ഉണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗാനത്തിൽ പോലും കട്ടച്ചോര കാണിച്ചു കൊടുക്കുന്ന അങ്ങനെ അവന്റെ മനസ്സിലേക്ക് ഈ സന്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ജ്യൂസ് കുടിച്ച് ലൂസായി പോകുന്ന അത് ലഹരി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പഴയകാല സിനിമകളിൽ വില്ലന്മാരായിരുന്നു ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ നശിച്ചു പോകുന്നതെങ്കിൽ ഇന്ന് പുതിയ കാല സിനിമകളിൽ നായകന്മാരും നായികമാരും യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ട് ഹീറോയിസം കാണിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും കുട്ടികളുടെ മനസ്സിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. സിനിമ കണ്ടതുകൊണ്ട് മാത്രമല്ല, സിനിമയും അതിനൊരു കാരണമാകുന്നു, ഒരു പാട്ടും അതിന് കാരണമാകുന്നു, അവർ കാണുന്ന ഗെയിമുകൾ അതിന് കാരണമാകുന്നു. എല്ലാ ഗെയിമുകളും കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? പ്രതിയോഗികളെ ചവിട്ടി വീഴ്ത്തി എന്ത് പ്രതിസന്ധി ഉണ്ടാകാനും മുന്നേറാനാണ്. ഇവിടെ പ്രതിയോഗിയായി അമ്മ വന്നാലും അച്ഛൻ വന്നാലും വെട്ടി വീഴ്ത്തി അവരെ മുന്നേറാൻ പഠിപ്പിക്കുന്ന ഗെയിമുകളും സിനിമകളും ഗാനങ്ങളും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല മാം. ശരി സർ, വളരെ അധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.